ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി റോസ്റ്റാണ്. ഇതിനായി നമ്മൾ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മുറിച്ച 1 കിലോ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മസാല മുൻപൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട്. മസാല പുരട്ടി 15 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം വേപ്പിലയിട്ട് മീൻ കഷ്ണങ്ങൾ നിരത്തി വെച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അടുത്തതായി മൺചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഇടുക. അതിലേക്ക് 1/2 സവാള അരിഞ്ഞത് ഇടുക. കുറച്ച് വഴറ്റിയതിനു ശേഷം 10 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇടുക. അത് വഴറ്റി കഴിയുമ്പോൾ 1 കഷ്ണം ഇഞ്ചിയും 10-12 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുക. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. ഉള്ളി വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിടുക. അതിലേക്ക് 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 1 പിടി കറിവേപ്പിലയും കൂടി ഇടുക. ഉള്ളി നല്ലോണം വഴറ്റിയതിനു ശേഷം 1 തക്കാളി ചെറുതായി മുറിച്ചത് ഇടുക. അത് വഴറ്റിയതിനു ശേഷം നല്ലപോലെ ഉടച്ച് പൊടികൾ അതിലേക്ക് ഇട്ട് തുടങ്ങാം. മൂന്ന് കഷ്ണം കുടംപുളി ചെറുതായി കീറിയത്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് ഗരം മസാല. ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് പുളി കൂട്ടുകയും കുറയ്ക്കുകയും ആവാം. പൊടികളെല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം 1/2 കപ്പ് രണ്ടാം പാല് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി 5 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയതിനു ശേഷം പോരെങ്കിൽ ആവശ്യത്തിന് ഇടുക. നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ആവോലി ഫ്രൈ ചെയ്ത് വെച്ചത് ഓരോന്നായി അതിലേക്ക് ഇടുക.
എന്നിട്ട് ചട്ടി ചുറ്റിച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചട്ടി ചുറ്റിക്കുന്നത്. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും. ഇനി അതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് നിരത്തി വയ്ക്കുക. അതിനുശേഷം 1/4 കപ്പ് ഒന്നാം പാല് ഒഴിച്ച് നല്ലോണം ചുറ്റിക്കുക. പതുക്കെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ ആവോലി റോസ്റ്റ് റെഡി. ഗ്രേവി അധികം വേണ്ടാത്തവർ കുറയ്ക്കാം. ഇത് ചോറ്, അപ്പം, ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. തലേന്ന് ഉണ്ടാക്കി പിറ്റേന്ന് എടുത്താൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ആവശ്യമുള്ള ചേരുവകളുടെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.